Dear students, welcome back to our online classroom. English is easy. In the last class, we had completed the poem The Wreck of the Titanic. Today, we are moving to the next unit, that is fifth unit, Harmony of Life. And today, we are discussing the first story of it, Gooseberries, written by Anton Chekhov. ഈ സ്റ്റോറി ഗൂസ്ബെറീസ് എന്ന സ്റ്റോറിയെ നമുക്ക് സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്ന് പറയാം. കാരണം ഈ കഥക്കുള്ളിൽ മറ്റൊരു കഥ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ സ്വപ്നത്തെക്കുറിച്ചാണ് ഈ കഥയിലുടനീളം പറയുന്നത്. ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ നടത്തുന്ന പരിശ്രമത്തെക്കുറിച്ചും. ഇവാൻ ഇവാനിച്ച് എന്നൊരു വ്യക്തി തൻ്റെ 2 സുഹൃത്തുക്കളോടൊപ്പം അവധിക്കാലം ചെലവഴിക്കുന്നു. അതിനിടയിൽ അയാൾ തൻ്റെ സുഹൃത്തുക്കളോട് തൻ്റെ സഹോദരനായ നിക്കോള ഇവാനിച്ചിൻ്റെ കഥ പറയുന്നതായിട്ടാണ് ഈ സ്റ്റോറിയിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ പറയാം. ദ സ്റ്റോറി ഈസ് എ സറ്റയർ ഓൺ മാൻസ് സെർച്ച് ഫോർ ഹാപ്പിനെസ്. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സറ്റയറാണ്, ഒരു ആക്ഷേപഹാസ്യമാണ്. ഓൺ മാൻസ് സെർച്ച് ഫോർ ഹാപ്പിനെസ്, സന്തോഷത്തിന് പിറകെയുള്ള മനുഷ്യൻ്റെ അന്വേഷണം, അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉള്ള മനുഷ്യൻ്റെ അന്വേഷണവും അതിൻ്റെ സെർച്ചിങ്ങിനെക്കുറിച്ചുള്ള ഒരു സറ്റയറാണ് ഈ സ്റ്റോറി. 2 ബ്രദേഴ്സ്, 2 സഹോദരങ്ങൾ, ഇവാൻ ആൻഡ് നിക്കോളെ സീക്ക് ടു ബി ഹാപ്പി. ഇവാനും നിക്കോള ഇവാനിച്ചും അവർ സീക്ക് ടു ബി ഹാപ്പി, അവർ സന്തോഷം അന്വേഷിക്കുകയാണ്. ഇവാൻ ബിക്കംസ് വെറ്ററിനറി ഡോക്ടർ. അങ്ങനെ ഇവാനൊരു മൃഗ ഡോക്ടറായി മാറി. ഇവാനൊരു മൃഗ ഡോക്ടറാണ്. നിക്കോള വാണ്ടഡ് ടു ബൈ എ ഫാം ഹൗസ് വിത്ത് എ ഗാർഡൻ ഓഫ് ഗൂസ്ബെറീസ്. അതേസമയം എന്താണ് നിക്കോളയുടെ ആഗ്രഹം? വാണ്ടഡ് ടു ബൈ എ ഫാം ഹൗസ്, ഒരു കൃഷിയിടം അല്ലെങ്കിൽ ഒരു വലിയ ഭൂമി, വിത്ത് എ ഗാർഡൻ ഓഫ് ഗൂസ്ബെറീസ്. ആ കൃഷിയിടത്തിൽ എന്ത് വേണം? ഒരുപാട് ഗൂസ്ബെറി തോട്ടങ്ങൾ തന്നെ, ഗാർഡൻ ഓഫ് ഗൂസ്ബെറീസ്, അത് വേണമെന്നാണ് നിക്കോളയുടെ ആഗ്രഹം. ഹി അച്ചീവ്സ് ഹിസ് ഡ്രീം ബൈ സാക്രിഫൈസിങ് മെനി തിങ്സ് ലൈക്ക് ഹാപ്പിനെസ്, ഹെൽത്ത്, ജോയ്, ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് അതർ എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ നിക്കോള തൻ്റെ ആഗ്രഹമായിട്ടുള്ള ഗാർഡൻ ഓഫ് ഗൂസ്ബെറീസ് അച്ചീവ് ചെയ്യാണ്, അത് നേടിയെടുക്കുകയാണ്. ബൈ സാക്രിഫൈസിങ് മെനി തിങ്സ്, തൻ്റെ ജീവിതത്തിലുള്ള ലൈക്ക് ഹാപ്പിനെസ്, അതായത് തൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാണ്. അയാളുടെ ഡ്രീം എന്ന് പറയുന്നത് ഒരു വലിയ ഫാം ഹൗസ് വാങ്ങുക, അതിൽ നിറയെ ഗൂസ്ബെറി തോട്ടങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിൽ നിറയെ ഗൂസ്ബെറി മരങ്ങൾ വേണം. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്? സാക്രിഫൈസ് ഹിസ് മെനി തിങ്സ്, അയാളുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ത്യജിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ തയ്യാറാവുകയാണ്. ലൈക്ക് ഹാപ്പിനെസ്, അയാളുടെ സന്തോഷം, ഹെൽത്ത്, ആരോഗ്യം, ജോയ്സ്, അയാളുടെ സന്തോഷം, ഫുഡ്, ഭക്ഷണം, ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ, ആൻഡ് അതർ എൻ്റർടൈൻമെൻറ്റ്സ്, മറ്റുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റുകളും ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അയാൾ കഠിന പരിശ്രമം നടത്തണം. ഇൻ ദ എൻഡ്, അങ്ങനെ അവസാനം നിക്കോള ഈസ് ഹാപ്പി ഇൻ ഹിസ് ഓൺ ഫാം ഹൗസ് വിത്ത് ഗൂസ്ബെറീസ്. അവസാനം അയാൾക്ക് അയാളുടെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞു. അയാളൊരു ആഗ്രഹിച്ച പോലെ ഒരു ഫാം ഹൗസും ഗൂസ്ബെറീസും ഒക്കെ ഉള്ള ഗൂസ്ബെറി തോട്ടങ്ങളുള്ളൊരു ഫാം ഹൗസ് അയാൾക്ക് നേടാനായി. ഇവാൻ നെവർ ചെറിഷസ് എ ഡ്രീം ഇൻ ഹിസ് ലൈഫ്. എന്നാൽ ഇവാൻ എങ്ങനെയായിരുന്നു? അയാളുടെ ലൈഫിലൊരു ഡ്രീമും ഉണ്ടായിരുന്നില്ല. ഹീ ഈസ് അൺഹാപ്പി സീയിങ് നിക്കോള ഹാപ്പി. നിക്കോളയുടെ ഈ ഹാപ്പിനെസ് കണ്ട് അദ്ദേഹം ശരിക്കും അൺഹാപ്പി ആവുകയാണ്, അസന്തുഷ്ടനാവുകയാണ്. ഹി കാൺ ഈവൻ ബെയർ ദ സൈറ്റ് ഓഫ് എ ഹാപ്പി ഫാമിലി. ഒരു ഹാപ്പി ഫാമിലി, നിക്കോളയുടെ ഈ ഹാപ്പി ഫാമിലി കണ്ടിട്ട് അത് അയാൾക്കും സഹിച്ചില്ല. ബട്ട് നിക്കോള ഫുൾഫിൽ ഹിസ് ലൈഫ് ഡ്രീം. പക്ഷേ നിക്കോളയെ സംബന്ധിച്ചിടത്തോളം നിക്കോള തൻ്റെ ലൈഫിലെ ആ ഡ്രീം, അയാളുടെ സ്വപ്നമായ ഗൂസ്ബെറീസ് നിറഞ്ഞ ആ ഫാം ഹൗസ് അയാൾ സ്വന്തമാക്കി. ഹി ഫോളോസ് ഹിസ് ഗോൾ വിത്തൗട്ട് എനി കോംപ്രമൈസസ്. ഒരു കോംപ്രമൈസും ഇല്ലാതെ തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ത്യജിച്ചുകൊണ്ട് അയാൾ പരിശ്രമിച്ചു. അങ്ങനെ അയാളുടെ ഗോൾ, ഹി ഫോളോസ് ഹിസ് ഗോൾ, അയാളുടെ ലക്ഷ്യത്തെ അയാൾ പിന്തുടർന്നു. അയാളുടെ ലക്ഷ്യം നേടി. ഇൻ ദ എൻഡ് ഇവാൻ ഫീൽസ് കൺഫ്യൂസ്ഡ്. അങ്ങനെ അവസാനം
എന്താണ് ഇവാൻ ഇവാനിഷിന് കൺഫ്യൂഷൻ ഫീൽ ചെയ്യണം. ആസ് വാട്ട് ഈസ് ട്രൂ ഹാപ്പിനെസ്, യഥാർത്ഥത്തിൽ എന്താണ് സത്യത്തിലുള്ള ഹാപ്പിനെസ്. വെദർ ടു ചേസ് അവർ ഡ്രീം, നമ്മുടെ സ്വപ്നത്തെ പിന്തുടരണോ. സാക്രിഫൈസിങ് മെനി തിങ്സ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ത്യജിക്കണോ. ഓർ ലിവ് ലൈഫ് ആസ് ഇറ്റ് കംസ്, അതോ ജീവിതം അത് എങ്ങനെ വരുന്നോ അതുപോലെ ജീവിക്കണോ എന്ന ഒരു കൺഫ്യൂഷനോട് കൂടിയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. Okay students, now we are moving to the story Gooseberries by Anton Chekhov. First let us look on the read and reflect part. Chekhov's Gooseberries is a story of two brothers who pursue happiness in their own ways. The story provides ample opportunities to examine critically the ways they have chosen. The extent to which they attain their goals is also worth considering. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെക്കോവ്സ് ഗൂസ്ബെറീസ് ഇസ് എ സ്റ്റോറി ഓഫ് ടു ബ്രദേഴ്സ്, രണ്ട് സഹോദരങ്ങളുടെ കഥയാണ്. ഹു പെർസ്യൂ ഹാപ്പിനെസ് ഇൻ ദെയർ ഓൺ വേയ്സ്, അവർ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരുടേതായിട്ടുള്ള രീതിയിൽ. ദ സ്റ്റോറി പ്രൊവൈഡ്സ് ആംപിൾ ഓപ്പർച്യൂണിറ്റീസ്, ഈ സ്റ്റോറി നമുക്ക് ധാരാളം അവസരങ്ങൾ നൽകുന്നു. ടു എക്സാമിൻ ക്രിട്ടിക്കലി ദ വേസ് ദേ ഹാവ് ചൂസൺ, അവർ തിരഞ്ഞെടുത്ത ആ വഴികളെ ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കാനുള്ള ഒരു മാർഗം. ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദേ അറ്റൈൻ ദെയർ ഗോൾസ് ഈസ് ഓൾസോ വർത്ത് കൺസിഡറിങ്, അങ്ങനെ എത്രത്തോളം അവർ അവരുടെ ആ ലക്ഷ്യം നേടാൻ അവർക്ക് സാധിച്ചു എന്നതും ഇതിലൂടെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട് ഈ സ്റ്റോറിയിലൂടെ. Gooseberries. From early morning the sky had been overcast with clouds. The day was still, cool and wearisome, as usual on grey dull days when the clouds hang low over the fields and it looks like rain, which never comes. From early morning, അതായത് പുലർച്ചെ തന്നെ, വളരെ രാവിലെ തന്നെ, ദ സ്കൈ ഹാഡ് ബീൻ ഓവർകാസ്റ്റ് വിത്ത് ക്ലൗഡ്സ്, ആകാശം മേഘാവൃതമായിരുന്നു. ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ മേഘത്താൽ മൂടിയ, മേഘാവൃതമായ. ദ ഡേ വാസ് സ്റ്റിൽ, കൂൾ ആൻഡ് വെയറിസം, ആ ദിവസവും വളരെ തണുത്ത വിരസമായ ഒരു ദിവസമായിരുന്നു. ആസ് യൂഷ്വൽ ഓൺ ഗ്രേ ഡൾ ഡേയ്സ്, മറ്റു ദിവസങ്ങളെ പോലെ തന്നെ ഈ ഗ്രേ ഡൾ ഡേയ്സ് എന്ന് പറയാൻ കാരണം ഈ മേഘം മൂടിയതിനാൽ വെളിച്ചമില്ല, ഒരു ഇരുണ്ട നിറത്തിലായിരുന്നു ദിവസം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദിവസങ്ങളെപ്പോലെ തന്നെ വിരസമായ ഒരു തണുത്ത ദിവസമായിരുന്നു അന്നും. ദ ക്ലൗഡ്സ് ഹാങ്സ് ലോ ഓവർ ദ ഫീൽഡ്സ് ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് റെയിൻ, മേഘങ്ങൾ ആകാശത്ത് ഇപ്പോൾ മഴ പെയ്യുമെന്ന രീതിയിൽ മേഘാവൃതമായി നിൽക്കുകയാണ് ആകാശം. വിച്ച് നെവർ കംസ്, എന്നാലോ ഒരിക്കലും പെയ്യാത്ത ആ മഴ ഇപ്പോൾ പെയ്യുമെന്ന രീതിയിൽ അവിടെ മേഘാവൃതമായി നിൽക്കുകയാണ്. ഇവാൻ ഇവാനിച്ച് ദ വെറ്ററിനറി സർജൻ ആൻഡ് ബോക്കിൻ ദ സ്കൂൾ മാസ്റ്റർ വെയർ ടയേർഡ് ഓഫ് വർക്കിംഗ് ആൻഡ് ദ ഫീൽഡ് സീംഡ് എൻഡ്ലെസ് ടു ദം. അപ്പോൾ ആ സമയത്ത് രണ്ട് സുഹൃത്തുക്കൾ അതിലൂടെ നടന്നു പോവുകയാണ്. ഇവാൻ ഇവാനിച്ച് ദ വെറ്ററിനറി സർജൻ, മൃഗ ഡോക്ടറായിട്ടുള്ള ഇവാൻ ഇവാനിച്ചും, ആൻഡ് ബൗക്കിൻ അദ്ദേഹത്തിൻ്റെ ദ സ്കൂൾ മാസ്റ്റർ, ഇവാൻ ഇവാനിച്ചിൻ്റെ സുഹൃത്തായിട്ടുള്ള ബൗർക്കിൻ, അദ്ദേഹം ആരാണ്? ഒരു സ്കൂൾ മാസ്റ്ററാണ്. വെർ ടയേർഡ് ഓഫ് വർക്കിംഗ് ആൻഡ് ദ ഫീൽഡ് സീംഡ് എൻഡ്ലെസ് ടു ദം, അവർ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫീൽഡ്, ഈ പാടം അല്ലെങ്കിൽ അവർ നടന്നു പോകുന്ന ആ വഴി, സീംഡ് എൻഡ്ലെസ് ടു ദം, ഇത് അവസാനിക്കില്ലേ എന്ന് അവർക്ക് തോന്നുകയാണ്. അറ്റമില്ലാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. കാരണം നടന്നു അവർ ക്ഷീണിച്ചിട്ടുണ്ട്. ഫാർ അഹഡ് ദേ കുഡ് ജസ്റ്റ് സീ ദ വിൻഡ് മിൽസ് ഓഫ് ദ വില്ലേജ് ഓഫ് ദ മിറൗസ്കി. അങ്ങനെ ക്ഷീണിച്ച് നടക്കുന്ന സമയത്ത് ഫാർ അഹഡ്, വളരെ ദൂരെയായിട്ട് അവർ കാണാണ്. ദേ കുഡ് ജസ്റ്റ് സീ, അവർ കാണാൻ കഴിഞ്ഞു. ദ വിൻഡ് മിൽസ് ഓഫ് ദ വില്ലേജ് ഓഫ് ദ മിറൗസ്കി വില്ലേജിലെ വിൻഡ് മിൽസ്, കാറ്റാടി യന്ത്രം അവർ കണ്ടു. ഇൻ ദ കാം വെതർ, അങ്ങനെ ശാന്തമായ കാലാവസ്ഥയിൽ, വെൻ ഓൾ നേച്ചർ സീംഡ് ജെൻറ്റിൽ ആൻഡ് മെലങ്കോളിക്, മഴ പെയ്യാതെ മേഘാവൃതമായി എല്ലാം നിശബ്ദമായി നിൽക്കുന്നൊരു അന്തരീക്ഷത്തിൽ, വെൻ ഓൾ നേച്ചർ സീംഡ് ജെൻറ്റിൽ ആൻഡ് മെലങ്കോളിക്, പ്രകൃതി മൊത്തം മെലങ്കോളിക്കായിട്ട്, ദുഃഖിതമായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുകയാണ്. പ്രകൃതി പോലും ദുഃഖിച്ചിരിക്കുന്ന പോലെ ആ അന്തരീക്ഷത്തിൽ അവർക്ക് ഫീൽ ചെയ്യാണ്. ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോക്കിൻ വെയർ ഫിൽഡ് വിത്ത് ലവ് ഫോർ ദ ഫീൽഡ്സ്, ആ സമയത്ത് അവരുടെ ആ നടത്തം ഇവാൻ ഇവാനിച്ചിനും ബോക്കിനും ഫിൽഡ് വിത്ത് ലവ് ഫോർ ദ ഫീൽഡ്സ്,
ആ പാടങ്ങളോട്, ആ പാടത്തൂടെ അവർ നടന്നു പോകുമ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടവർക്ക് എന്താണ് ആ തോട്ടത്തോട്, ആ ഫീൽഡിനോട് വളരെയധികം അവർക്കൊരു ഇഷ്ടം തോന്നുകയാണ്. ആൻഡ് തോട്ട് ഹൗ ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ദ കൺട്രി വാസ്. എന്നിട്ട് അവർ രണ്ടുപേരും ചിന്തിക്കുന്നത് എന്താണ്, എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു അവരുടെ രാജ്യം അല്ലെങ്കിൽ അവരുടെ ഈ പ്രദേശം എന്നവർ ആ സമയത്ത് ചിന്തിക്കുകയാണ്. Last time when we stopped in Profoki's shed, said Bokin, you were going to tell me a story. ലാസ്റ്റ് ടൈം അല്ലേ, കഴിഞ്ഞ സമയം വെൻ വി സ്റ്റോപ്ഡ് ഇൻ പ്രൊഫോക്കീസ് ഷെഡ്, അതായത് നേരത്തെ നമ്മൾ പ്രൊഫോക്കിയുടെ ഷെഡിൽ നിർത്തിയില്ലേ, നമ്മുടെ യാത്ര നിർത്തിയ സമയത്ത് യു വെയർ ഗോയിങ് ടു ടെൽ മി എ സ്റ്റോറി, നീ എന്നോടൊരു കഥ പറയാൻ വേണ്ടി തുടങ്ങിയിരുന്നല്ലോ എന്ന് ബോർക്കിൻ പറയുകയാണ്. യെസ്, ഐ വാണ്ട് ടു ടെൽ യു അബൌട്ട് മൈ ബ്രദർ. അപ്പോൾ ഇവാൻ എന്താ മറുപടി കൊടുക്കുന്നത്, അതെ ഞാൻ എന്നോടൊരു സ്റ്റോറി പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ആരുടെ കഥയാണ്, എൻ്റെ ബ്രദറിൻ്റെ ഒരു സ്റ്റോറിയാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. Ivan Ivanich took a deep breath and lighted his pipe before beginning his story. But just then the rain began to fall. ഇവാൻ ഇവാനിച്ച് took a deep breath. അങ്ങനെ ഇവാൻ ഇവാനിച്ച് ഒരു ദീർഘനിശ്വാസം വിടുകയാണ്, ഡീപ്പ് ബ്രീത്ത്. ആൻഡ് ലൈറ്റഡ് ഹിസ് പൈപ്പ്. ഇവിടെ പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പുകക്കുഴലാണ്, പുകവലിക്കുന്ന കുഴൽ. ലൈറ്റഡ് ഹിസ് പൈപ്പ്, അതിന് അദ്ദേഹം തീ കൊളുത്തി. ബിഫോർ ബിഗിനിങ് ഹിസ് സ്റ്റോറി, അപ്പോൾ അയാൾ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഈ പുക വലിക്കണം. ബട്ട് ജസ്റ്റ് ദെൻ ദ റെയിൻ ബിഗാൻ ടു ഫോൾ. ആ സമയത്ത് പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആൻഡ് ഇൻ അബൌട്ട് 5 minutes ഇറ്റ് കെയിം പെൽറ്റിംഗ് ഡൗൺ ആൻഡ് ഷോഡ് നോ സൈൻസ് ഓഫ് സ്റ്റോപ്പിംഗ്. അങ്ങനെ ഒരു 5 മിനിറ്റിനകം തന്നെ ഇറ്റ് കെയിംസ് പെൽറ്റിംഗ് ഡൗൺ, അതായത് പെൽറ്റിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ ആവുന്നത്ര വേഗതയിൽ അല്ലെങ്കിൽ അത്രയും ശക്തിയിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഷോഡ് നോ സൈൻസ് ഓഫ് സ്റ്റോപ്പിംഗ്, അതിപ്പോഴൊന്നും നിൽക്കുമെന്നുള്ള ഒരു സൈനും ഒരു അടയാളവും ഇല്ല. അപ്പോൾ അത്രയും ശക്തമായി നിലക്കാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. We ought to take shelter, said Bokin. Let us go to Aliokin's. It is close by. അപ്പോൾ വി ought to take shelter, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കണം, ബോർക്കിൻ പറഞ്ഞു. ലെറ്റ് us go to Aliokin's, നമുക്ക് അലിയോക്കിൻസിലേക്ക് പോയാലോ. ഇറ്റ് ഈസ് ക്ലോസ് ബൈ, അതിവിടെ അടുത്താണ്. വെരി വെൽ, അത് നന്നാവുമെന്ന് ഇവാനും സമ്മതിച്ചു. They took a short cut over a stubble field until they came to road. Soon they came to a wide road with a mill and a white bathing shed. It was Sofino, where Aliokins lived. They took a short cut over a stubble field. അപ്പോൾ അവർ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് വഴി പോവുകയാണ്. ഓവർ എ സ്റ്റബിൾ ഫീൽഡ്, അതായത് കുറ്റിപ്പുല്ലുകൾ നിറഞ്ഞ പാടത്തുകൂടെ. അണ്ടിൽ ദി കെയിം ടു ദ റോഡ്, അതായത് റോഡെത്തുന്നത് വരെ അവരൊരു ഷോർട്ട് കട്ട് വഴി പോന്നു. സൂൺ ദേ കെയിം ടു എ വൈറ്റ് റോഡ് വിത്ത് എ മിൽ. പെട്ടെന്ന് തന്നെ അവർ അവരെങ്ങോട്ടെത്തി, എ വൈഡ് റോഡ്, ഒരു വിശാലമായ വലിയ റോഡിലേക്കും, വിത്ത് എ മിൽ ആൻഡ് എ വൈറ്റ് ബാത്തിങ് ഷെഡ്. അതിനടുത്തായിട്ട് എന്തുണ്ടായിരുന്നു, ഒരു മില്ലും ഒരു ബാത്തിങ് ഷെഡും ഉണ്ട്, വൈറ്റ് ബാത്തിങ് ഷെഡ്, വെള്ള നിറത്തിലുള്ള. ഇറ്റ് വാസ് സൊഫീനോ, അതായിരുന്നു സൊഫീനോ. വേർ അലിയോക്കിൻസ് ലിവ്ഡ്, അലിയോക്കിൻ താമസിക്കുന്ന സൊഫീനോ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു അത്. The mill was working, drowning the sound of the rain. It was wet, muddy and unpleasant, and Ivan Ivanich and Bokin felt wet and uncomfortable through and through. Their feet were tired with walking in the mud. The mill was working. അപ്പോൾ അവിടെ ഒരു മില്ലുണ്ടെന്ന് പറഞ്ഞു. മില്ലും വൈറ്റ് ബാത്തിങ് ഷെഡും ഒക്കെ ഉള്ള ഒരു വൈഡ് റോഡിലേക്കാണ് ഇവരെത്തിച്ചേർന്നതെന്ന് പറഞ്ഞു. ദ മിൽ വാസ് വർക്കിംഗ്, അവിടെ ആ മില്ല് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഡ്രോണിങ് ദ സൗണ്ട് ഓഫ് ദ റെയിൻ, അപ്പോൾ അതിൻ്റെ ഈ മില്ലിൻ്റെ ശബ്ദത്തിൽ മഴയുടെ ശബ്ദം മുങ്ങിപ്പോയി. ഡ്രോണിങ് ദ സൗണ്ട് ഓഫ് ദ റെയിൻ, അപ്പോൾ മില്ലിൻ്റെ ആ ശബ്ദത്തിൽ മഴയുടെ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിയാത്ത പോലെ അത്രയും ഉച്ചത്തിലുള്ളതായിരുന്നു മില്ലിൻ്റെ ശബ്ദം. ഇറ്റ് വാസ് വെറ്റ്, അങ്ങനെ അവരാകെ നനഞ്ഞ് മടി, ചളി പുരണ്ട്, ആൻഡ് അൺപ്ലസൻറ്റ്, വളരെ ഒരു അസന്തുഷ്ടി നിറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഇവർ. ആൻഡ് ഇവാനിച്ച് ആൻഡ് ബോക്കിൻ ഫെൽറ്റ് വെറ്റ്. ഇവാനിച്ചിനും ബോക്കിനും എന്ത് ഫീൽ ചെയ്യാണ്, വെറ്റ് ആൻഡ് അൺകംഫോർട്ടബിൾ, ആകെ നനഞ്ഞ് ഒരു അൺകംഫോർട്ടബിളായിട്ട്, ഒരു സുഖകരമല്ലാത്ത ഒരു ഫീലിംഗ് അവർക്ക് ഫീൽ ചെയ്യണം.
ത്രൂ ആൻഡ് ത്രൂ, അതായത് വീണ്ടും വീണ്ടും അവർക്ക് ശരീരത്തിലുടനീളം, ത്രൂ ആൻഡ് ത്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സകലം അവരുടെ ശരീരം മൊത്തം അവർക്ക് ആകെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാണ് നനഞ്ഞിട്ട്. Their feet were tired with walking in the mud. ആ ചളിയിലൂടെ നടന്ന അവരുടെ കാലുകളൊക്കെ ക്ഷീണിച്ചിരുന്നു. In one of the bands, a winnowing machine was working, sending out clouds of dust. On the threshold stood Alyokin himself, a man of about 40, tall and stout, with long hair, more like a professor or a painter than a farmer. He was wearing a creamy white shirt and a rope belt, and pants instead of trousers, and his boots were covered with mud and straw. His nose and eyes were black with dust. He recognized Ivan Ivanich and was apparently very pleased. In one of the barns, അവിടെ അടുത്തുള്ള ഒരു കളപ്പുരയിൽ, എ വിന്നോയിങ് മെഷീൻ വാസ് വർക്കിംഗ്. വിന്നോയിങ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ തവിട് ചേറുന്ന മെഷീനാണ് വിന്നോയിങ് മെഷീൻ. അവരുടെ ഈ മില്ലുമായി ബന്ധപ്പെട്ട് കളപ്പുരയിലൊരു വിന്നോയിങ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. സെൻഡിങ് ഔട്ട് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ്, പുകപടലങ്ങൾ, പുകമേഘങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഓൺ ദ ത്രഷോൾഡ് സ്റ്റുഡ് അലിയോക്കിൻ ഹിംസെൽഫ്. അതിൻ്റെ ഉമ്മറപ്പടിയിലായിട്ട്, അതിൻ്റെ വാതിൽപ്പടിയിലായിട്ട് തന്നെ, കളപ്പുരയുടെ വാതിൽക്കൽ തന്നെ ആര് നിൽക്കുന്നുണ്ട്? അലിയോക്കിൻ നിൽക്കുന്നുണ്ട്. എ മാൻ ഓഫ് എബൌട്ട് 40, 40 വയസ്സ് തോന്നിക്കുന്ന ഒരു വ്യക്തി. ടോൾ ആൻഡ് സ്റ്റൗട്ട്, നല്ല ഉയരമുള്ള, സ്റ്റൗട്ട് ധീരതയുള്ള, വിത്ത് ലോങ് ഹെയർ, മുടിയൊക്കെ നീട്ടി വളർത്തി. മോർ ലൈക്ക് എ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ ദാൻ എ ഫാർമർ. അയാളെ കണ്ടാൽ ഒരു പ്രൊഫസറോ പെയിൻറ്ററാണോ എന്നൊക്കെ തോന്നിപ്പോവും. ഒരു ഫാർമറേക്കാളും അദ്ദേഹത്തെ കണ്ടാൽ തോന്നിയിരുന്നത് ഒരു പ്രൊഫസറെ പോലെ അല്ലെങ്കിൽ ഒരു പെയിൻറ്ററെ പോലെ ആയിരുന്നു. പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രകാരൻ. ഹി വാസ് വെയറിങ് എ ഗ്രിമി വൈറ്റ് ഷർട്ട് ആൻഡ് റോപ്പ് ബെൽറ്റ്. അദ്ദേഹം ധരിച്ചിരുന്നത് എന്തായിരുന്നു? ഒരു അഴുക്കായ വൈറ്റ് ഷർട്ടും ആൻഡ് റോപ്പ് ബെൽറ്റ്. ഗ്രിമി എന്ന് പറഞ്ഞാൽ അഴുക്ക് നിറഞ്ഞ ഒരു വൈറ്റ് ഷർട്ടും ആൻഡ് റോപ്പ് ബെൽറ്റ്, കയറ് കൊണ്ടുള്ളൊരു ബെൽറ്റുമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ആൻഡ് പാൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൗസേഴ്സ്. ട്രൗസറിന് പകരമായിട്ട് അദ്ദേഹം പാൻസ് ആണ് ധരിച്ചിട്ടുള്ളത്. ആൻഡ് ഹിസ് ബൂട്ട്സ് വെയർ കവേർഡ് വിത്ത് മഡ് ആൻഡ് സ്ട്രോ. അയാളുടെ ഷൂവിൽ ഫുൾ എന്തായിരുന്നു? ചെളിയും വൈക്കോലുമൊക്കെ നിറഞ്ഞിരുന്നു. ഹിസ് നോസ് ആൻഡ് ഐസ് വെയർ ബ്ലാക്ക് വിത്ത് ഡസ്റ്റ്. ഈ സ്പിന്നിങ് മില്ല്, ഈ വിന്നോയിങ് മെഷീനിൽ നിന്നുള്ള ഈ പൊടിപടലം കാരണം അയാളുടെ കണ്ണുകളും അതുപോലെ തന്നെ മൂക്കുമൊക്കെ പൊടി നിറഞ്ഞ് ബ്ലാക്ക് നിറമായിരുന്നു. ഹി റെക്കഗ്നൈസ്ഡ് ഇവാൻ ഇവാനിച്ച് ആൻഡ് വാസ് അപ്പാരൻ്റ്ലി വെരി പ്ലേസ്ഡ്. ഇവാൻ ഇവാനിച്ചിനെ കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പ്ലീസ് ജെൻറ്റിൽമെൻ, ഹി സെഡ്, ഗോ ടു ദ ഹൗസ്. ഐ വിൽ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്. അപ്പോൾ ഇവാൻ ഇവാനിച്ചിനോടും ബോക്കിനോടുമായിട്ട് ഇദ്ദേഹം അലിയോക്കിൻ പറഞ്ഞ എന്താണ്? അവരോട് പറയണം, ജെന്റിൽമാൻ, ഹി സെഡ് ഗോ ടു ദ ഹൗസ്. നിങ്ങൾ വീട്ടിലേക്ക് നടക്കൂ. ഐ വിൽ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്. ഞാൻ നിങ്ങളോടൊപ്പം ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരാം. വേഗം നിങ്ങൾ വീട്ടിലേക്ക് നടന്നോളൂ എന്ന് അവരോട് പറഞ്ഞു. ദ ഹൗസ് വാസ് ലാർജ് ആൻഡ് 2-storied. Alyokins lived downstairs in 2 vaulted rooms with little windows. Ivan Ivanich and Bokin were received by a chambermaid. അപ്പോൾ അവർ വീട്ടിലേക്ക് നടന്നു. ദ ഹൗസ് വാസ് ലാർജ് ആൻഡ് 2-storied. അലിയോക്കിൻ്റെ വീട് വളരെ വലുതും ഇരുനിലയുള്ള വീടുമായി. 2-storied. സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവിടെ STORIE. സ്റ്റോറി എന്ന് പറഞ്ഞാൽ നില, ഇരുനിലയുള്ള വലിയ വീടായിരുന്നു. അലിയോക്കിൻ ലിവ് ഡൗൺ സ്റ്റേഴ്സ്. അതിൽ താഴെ ഡൗൺ സ്റ്റെയറിലാണ് അലിയോക്കിൻ താമസിക്കുന്നത്. ഇൻ 2 vaulted rooms വിത്ത് ലിറ്റിൽ വിൻഡോസ്. അതായത് കൊച്ചു വിൻഡോസ് ഉള്ള 2 vaulted rooms ആണ് താഴെയുള്ളത്. vaulted rooms പറഞ്ഞാൽ കമാനാകൃതിയിലുള്ള അല്ലെങ്കിൽ കേവ് ആകൃതിയിലുള്ള 2 rooms. ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോക്കിൻ വെയർ റിസീവ്ഡ് ബൈ എ ചേംബർ മെയ്ഡ്. ഇവാൻ ഇവാനിച്ചും ബോക്കിനും അവിടെ എത്തിയപ്പോൾ അവരെ സ്വീകരിച്ചതാരാണ്? ഒരു ചേംബർ മെയ്ഡാണ്. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ വേലക്കാരി. You cannot imagine how glad I am to see you, gentlemen, said Alyokin, coming after them into the hall. I never expected you. Pelagia, he said to the maid, give my friends a change of clothes. And I will change too, but I must have a bath. I haven't had one since the spring.
Wouldn't you like to come to the bathing shed? And meanwhile our things will be got ready. You cannot imagine how glad I am to see you, gentlemen, said Aliokin. അപ്പോൾ അലിയോക്കിൻ കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹാൾ, അവരുടെ തൊട്ട് പിറകിൽ തന്നെ ഹാളിലേക്ക് അവരോടൊപ്പം വന്നുകൊണ്ട് അലിയോക്കിൻ പറയാണ്, നിങ്ങളെ കണ്ടതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. എത്രമാത്രം ഞാൻ സന്തോഷവാനാണെന്ന് എനിക്ക് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. അത്രത്തോളം നിങ്ങളെ കണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഐ നെവർ എക്സ്പെക്റ്റഡ് യു, നിങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. പെലാക്യുയ എന്നിട്ട് മെയ്ഡിൻ്റെ പേര് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഗിവ് മൈ ഫ്രണ്ട്സ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്, ഇവർക്ക് വസ്ത്രം മാറാനുള്ള ഡ്രസ്സുകൾ കൊടുക്കും. ആൻഡ് ഐ വിൽ ചേഞ്ച് ടു, ഞാനും പെട്ടെന്ന് മാറിയിട്ട് വരാം. ബട്ട് ഐ മസ്റ്റ് ഹാവ് എ ബാത്ത്, പക്ഷേ എനിക്കൊന്ന് കുളിക്കണം. ഐ ഹാവൻറ്റ് ഹാഡ് വൺ സിൻസ് ദ സ്പ്രിങ്. വുഡൻറ്റ് യു ലൈക്ക് ടു കം ടു ദ ബാത്തിങ് ഷെഡ്? അപ്പോൾ ഞാൻ നന്നായിട്ട് പോയി കുളിക്കട്ടെ, നിങ്ങൾ ബാത്തിങ് ഷെഡിലേക്ക് എന്നോടൊപ്പം നിങ്ങളും വരുന്നുണ്ടോ എന്നും അലിയോക്കിൻ ഇവരോട് ചോദിക്കണം. ആൻഡ് മീൻ വൈൽ അവർ തിങ്സ് വിൽ ബി ഗോട്ട് റെഡി, അപ്പോഴേക്കും നമ്മുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കോളുമെന്ന് അലിയോക്കിൻ ബോർക്കിനോടും ഇവാനോടും പറയുകയാണ്. അലിയോക്കിൻ ലെഡ് ഹിസ് ഗസ്റ്റ് ടു ദ ബാത്തിങ് ഷെഡ്. അപ്പോൾ ബോർക്കിനും ഇവാനിച്ചും അലിയോക്കിനോടൊപ്പം ബാത്തിങ് ഷെഡിലേക്ക് പോയി. യെസ് ഹി സെഡ്, ഇറ്റ് ഈസ് എ ലോങ് ടൈം സിൻസ് ഐ ഹാഡ് എ ബാത്ത്. കുറേ കാലമായി ഞാനൊന്ന് നന്നായിട്ട് കുളിച്ചിട്ട്. മൈ ബാത്തിങ് ഷെഡ് ഈസ് ഓൾ റൈറ്റ്, എൻ്റെ ബാത്തിങ് ഷെഡൊക്കെ ഓക്കെയാണ്. ആസ് യു സീ മൈ ഫാദർ ആൻഡ് ഐ പുട്ട് ഇറ്റ് അപ്പ്, ഞാനും എൻ്റെ ഫാദറും കൂടെ ഉണ്ടാക്കിയതാണിത്. ബട്ട് സംഹൗ ഐ ഹാവ് നോട്ട് ടൈം ടു ബാത്ത്, പക്ഷേ ഞാൻ കുളിക്കാത്തതിന് കാരണം ചിലപ്പോൾ എനിക്ക് കുളിക്കാനൊന്നും സമയം കിട്ടാറില്ല. ഹി സാറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ്, എന്നിട്ട് അതിൻ്റെ സ്റ്റെപ്പിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ആൻഡ് ലാഥേഡ് ഹിസ് ലോങ് ഹെയർ ആൻഡ് നെക്ക്, എന്നിട്ട് അയാളുടെ നീണ്ട തലമുടിയും കഴുത്തും ഒക്കെ സോപ്പ് കൊണ്ട്, ലാഥേഡ് എന്ന് പറഞ്ഞാൽ സോപ്പ് തേച്ച് പതപ്പിക്കുന്നതിന്, സോപ്പ് തേച്ചു. ആൻഡ് ദ വാട്ടർ റൗണ്ട് ഹിം ബിക്കെയിം ബ്രൗൺ, അപ്പോൾ കുളിച്ചിട്ട് കുറച്ച് ദിവസമായി എന്ന് ഇയാൾ പറഞ്ഞല്ലോ, അയാളുടെ ചുറ്റുമുള്ള വെള്ളം. ഇവാനിച്ച് came out of the shed, plunged into the water with a splash, and swam about to the rain, flapping his arms and sending waves back. അതേസമയം ഇവാനിച്ച് എന്ത് ചെയ്തു, അദ്ദേഹം ഷെഡിന് പുറത്തേക്ക് വന്നു. പ്ലങ്ച്ഡ് ഇൻ ടു ദ വാട്ടർ വിത്ത് എ സ്പ്ലാഷ്, വളരെ ഒരു സ്പ്ലാഷോട് കൂടി, സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്കാണ് വീഴുമ്പോൾ വെള്ളം തട്ടി തെറിപ്പിക്കില്ലേ, അപ്പോൾ വളരെ ആ ഒരു ശബ്ദത്തിൽ അയാൾ വെള്ളത്തിലേക്ക് പ്ലഞ്ച് ചെയ്യണം, എടുത്ത് ചാടണം. ആൻഡ് സോം അബൌട്ട് ദ റെയിൻ, എന്നിട്ട് സോം അബൌട്ട് ഇൻ ദ റെയിൻ, ആ മഴ പെയ്യുന്ന സമയത്ത് അയാൾ ആ വെള്ളത്തിലൂടെ നീന്തി. ഫ്ലാപ്പിംഗ് ഹിസ് ആംസ്, അയാളുടെ കൈകളിട്ട് ഫ്ലാപ്പ് ചെയ്യുക എന്നാൽ കൈ ഇട്ടടിക്കുക, ചിറകുകളിട്ടടിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഫ്ലാപ്പിംഗ് ഹിസ് ആംസ്, അയാളുടെ കൈകളിട്ടടിച്ച് അയാൾ നീന്തുകയാണ്. ആൻഡ് സെൻഡിങ് വേവ്സ് ബാക്ക്, അപ്പോൾ നല്ല നീന്താൻ അറിയുന്ന വ്യക്തിയാണ്, അപ്പോൾ അയാൾ നല്ല ഉഷാറിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഇവാന്. ഹി സോംസ് ഔട്ട് ടു ദ മിഡിൽ ഓഫ് ദ പൂൾ, നീന്തി അദ്ദേഹം കുളത്തിൻ്റെ മധ്യത്തിലേക്കെത്തി. ആൻഡ് ഡൈവ്ഡ്, എന്നിട്ട് കുളത്തിൻ്റെ വെള്ളത്തിനടിയിലേക്ക് ഊളിയിടുകയാണ്. ട്രൈങ് ടു റീച്ച് ദ ബോട്ടം, അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ അടിത്തട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഹൗ ഡെലീഷ്യസ് ഹി ഷൗട്ടഡ് ഇൻ ഹിസ് ഗ്ലീ, എത്ര ഡെലീഷ്യസ് ആണിത്. അദ്ദേഹത്തിന് അങ്ങേയറ്റം സന്തോഷമായി ഇവാനിച്ചിന്. അദ്ദേഹം ഹി ഷൗട്ടഡ് ഇൻ ഹിസ് ഗ്ലീ മീൻസ് ഹാപ്പിനെസ്, സന്തോഷത്തിൽ അയാൾ ഉച്ചത്തിൽ പറയാണ്, എന്ത് നല്ല എത്ര ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്തിങ് ആണിത്. ഹൗ ഡെലീഷ്യസ്, വീണ്ടും അയാൾ വിളിച്ചു പറയാണ്. ബോർക്കിൻ ആൻഡ് അലിയോക്കിൻസ് വെയർ ഓൾറെഡി ഡ്രസ്ഡ് ആൻഡ് റെഡി ടു ഗോ, അപ്പോഴേക്ക് ബോർക്കിനും അലിയോക്കിനും ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സപ്പ് ചെയ്ത് അവർ ഡ്രസ്സൊക്കെ ധരിച്ച് പോവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ കുളി അല്ലെങ്കിൽ ഈ കുളത്തിലെ നീന്തൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇവാനിച്ച്. ബട്ട് ഹീ കെപ്റ്റ് ഓൺ സ്വിമ്മിങ് ആൻഡ് ഡൈവിങ്, അപ്പോഴും ഇവാനിച്ച് എന്ത് ചെയ്യാണ്, നീന്തിക്കൊണ്ടിരിക്കുകയും മുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. ഡെലീഷ്യസ് ഹി സെഡ്, ടു ഡെലീഷ്യസ്, വീണ്ടും ഡെലീഷ്യസ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. യു ഹാവ് ഹാഡ് ഇനഫ് ഷൗട്ടഡ് ബോർക്കിൻ, മതി എന്ന് ബോർക്കിൻ പറഞ്ഞു. ദ വെൻറ്റ് ടു ദ ഹൗസ്, അങ്ങനെ അവർ ബാത്തിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. ആൻഡ് ഓൺലി വെൻ ദ ലാമ്പ് വാസ് ലിറ്റ്, അങ്ങനെ വിളക്ക് തെളിയിച്ചു. ഇൻ ദ ലാർജ് ഡ്രോയിങ് റൂം അപ്സ്റ്റേഴ്സിലെ ഒരു വലിയ ഡ്രോയിങ് റൂമിൽ അവർ ലൈറ്റ് ഇട്ടു. ആൻഡ് ബോർക്കിൻ ആൻഡ് ഇവാനിച്ച് ഡ്രസ്ഡ് ഇൻ സിൽക്ക് ഡ്രസ്സിങ് ഗൗൺസ്,
അപ്പോൾ ബോർക്കിനും ഇവാനിച്ചും അവിടുന്ന് ഡ്രസ്സ് മാറുന്നുണ്ട്. അപ്പോൾ സിൽക്ക് ഡ്രസ്സിങ് ഗൗൺസ്, അവരുടെ ഡ്രസ്സിന് മുകളിലായിട്ടൊരു ഗൗണ് പോലെ, മേലങ്കി പോലെ, ഒരു കോട്ട് പോലെ ഒരു സിൽക്ക് ഡ്രസ്സിങ് ഗൗൺസാണ് ധരിച്ചത്. ആൻഡ് വാം സ്ലിപ്പേഴ്സ്, അതുപോലെ തന്നെ അവർ കാലിലിടാൻ ചെരുപ്പുകളും. ലൗഞ്ച്ഡ് ഇൻ ചെയർസ്, എന്നിട്ട് അവർ ചെയറിൽ ചാരി കിടക്കുകയാണ്. ആൻഡ് അലിയോക്കിൻ ഹിംസെൽഫ് വാഷ്ഡ് ആൻഡ് ബ്രഷ്ഡ്, അപ്പോഴേക്ക് അലിയോക്കിനും ബ്രഷൊക്കെ ചെയ്ത് വന്ന്. ഇൻ എ ന്യൂ ഫ്രോക്ക് കോട്ട്, ഒരു പുതിയ ഫ്രോക്ക് കോട്ടൊക്കെ ധരിച്ച്. പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ, അയാൾ ആ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പേസ് ചെയ്യണം. പേസ് എന്ന് പറഞ്ഞാൽ വാക്ക്ഡ്. ഡിഡ് ഇവാനിഷ് ബിഗിൻ ഹിസ് സ്റ്റോറി, അപ്പോഴാണ് ഇവാനിഷ് അദ്ദേഹത്തിൻ്റെ കഥ പറയാൻ തുടങ്ങിയത്. വി ആർ ടു ബ്രദേഴ്സ് ഹി ബിഗാൻ, അപ്പോൾ അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. ഞങ്ങൾ 2 സഹോദരങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി. ഇവാൻ ഇവാനിച്ച് ആൻഡ് നിക്കോള ഇവാനിച്ച് 2 years younger, ഒന്ന് ഞാൻ, ഇവാൻ ഇവാനിച്ച് എന്ന ഞാനും, ആൻഡ് നിക്കോള ഇവാനിച്ച് എന്ന് പറയുന്ന എൻ്റെ സഹോദരനും 2 years younger, എന്നേക്കാളും 2 വയസ്സ് ചെറുതാണ് എൻ്റെ ബ്രദർ. ഐ വെൻറ്റ് ഇൻ ഫോർ സ്റ്റഡി ആൻഡ് ബിക്കെയിം എ വെറ്ററിനറി സർജൻ, ഞാൻ പഠിക്കാൻ പോയി, ഒരു മൃഗഡോക്ടറായി. വെൽ നിക്കോള വാസ് അറ്റ് ദ എക്സ്ക്യൂഷർ കോർട്ട് വെൻ ഹി വാസ് 19, അതേസമയം എക്സ്ക്യൂഷറിലെ ഒരു കോടതിയിലായിരുന്നു 19 വയസ്സുള്ള സമയത്ത് നിക്കോള വർക്ക് ചെയ്തിരുന്നത്. അവർ ഫാദർ ഷിംസ ഹിമാലയസ്കി വാസ് എ കാൻറ്റണിസ്റ്റ്, അവരുടെ അച്ഛനായിട്ടുള്ള ഷിംസ ഹിമാലയസ്കി ആരായിരുന്നു? ഒരു കാൻറ്റണിസ്റ്റ് ആയിരുന്നു. കാൻറ്റണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 19th century കോമൺ നെയിം ഫോർ ദ സർവീസ് ഒബ്ലൈഡ് ടു മിലിറ്ററി, അതായത് പട്ടാളത്തിലെ ഒരു ജോലിക്കാരനായിരുന്നു അവരുടെ അച്ഛൻ. But he died with an officer's rank and left us his title of nobility and a small estate. പക്ഷേ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആയപ്പോഴേക്കും അദ്ദേഹം ഒരു വെറും പട്ടാളക്കാരിൽ നിന്ന് ഒരു ഓഫീസേഴ്സ് റാങ്ക്, അല്ലേ, ഒരു ഓഫീസറുടെ പദവിയിലേക്ക് ഉയർന്നിരുന്നു. ആൻഡ് ലെഫ്റ്റ് അസ് ഹിസ് ടൈറ്റിൽ, അങ്ങനെ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പട്ടാള ഓഫീസർ എന്ന ആ ടൈറ്റിൽ ഓഫ് നൊബിലിറ്റി, അല്ലേ, അതൊരു പ്രശസ്തിയുടെ ടൈറ്റിലാണ്, അതും അതിൻ്റെ സ്മോൾ എസ്റ്റേറ്റ്, ഒരു ചെറിയ എസ്റ്റേറ്റും മാത്രം ബാക്കിയാക്കിക്കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി. ആഫ്റ്റർ ഹിസ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, ദ എസ്റ്റേറ്റ് വെൻ ടു പേ ഹിസ് ഡെപ്റ്റ്സ്, ആ എസ്റ്റേറ്റിൽ നിന്നും ഞങ്ങൾ മക്കൾക്കൊന്നും കിട്ടിയില്ല, കാരണം അച്ഛൻ്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് ആ എസ്റ്റേറ്റ് വിറ്റു. ഹൗ വി സ്പെൻഡ് അവർ ചൈൽഡ്ഹുഡ് ദെയർ ഇൻ ദ കൺട്രി, അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ ഞങ്ങളുടെ കുട്ടിക്കാലം ഞങ്ങൾ കഴിച്ചു കൂട്ടി. വി വെയർ ജസ്റ്റ് ലൈക്ക് പെസൻസ് ചിൽഡ്രൻ, ഞങ്ങളൊരു മിലിറ്ററി ഓഫീസറുടെ മക്കളായിരുന്നെങ്കിലും ഏതുപോലെ ഞങ്ങൾ ജീവിച്ചത്? ജസ്റ്റ് ലൈക്ക് പെസൻസ് ചിൽഡ്രൻ, കർഷകരുടെ മക്കളെപ്പോലെ. സ്പെൻഡ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഇൻ ദ ഫീൽഡ്, രാവും പകലും മുഴുവൻ പാടത്ത് പണിയെടുത്ത്. ആൻഡ് ദ വുഡ്സ്, കാടുകളിലുമൊക്കെ ആയിട്ട് ഞങ്ങളുടെ കാലം കഴിച്ചു, ഒരു ഓഫീസറുടെ മക്കളായിട്ട് പോലും. മിൻറ്റഡ് ദ ഹോഴ്സസ്, പാടത്ത് പണിയെടുക്കുന്നവരെ പോലെ ഞങ്ങളും കുതിരകളുമായിട്ടും മല്ലിട്ടു. ബാക്ക്ഡ് ദ ലൈം ട്രീസ്, അതുപോലെ തന്നെ ലൈം ട്രീസിൻ്റെ തൊലികളൊക്കെ വെട്ടിയൊതുക്കി. ഫിഷസ് ആൻഡ് സോൺ, ഈ പെസൻസിൻ്റെ കുട്ടികൾ ചെയ്യുന്ന പോലെ ഞങ്ങൾ മീൻ പിടിച്ചു. അതുപോലെ ഒരു കർഷകരുടെ മക്കൾ ചെയ്യുന്ന എല്ലാ ജോലിയും ഒരു ഓഫീസറുടെ മക്കളായിട്ട് പോലും ഞങ്ങൾ ചെയ്യേണ്ടി വന്നു. ആൻഡ് once a man has fished or watched the thrushes hovering in flocks over the village in the bright, cool autumn days, he can never really be a townsman. And എന്നിട്ട് ഇവൻ കഥ പറയുന്നതിനിടയിൽ ചോദിക്കണം, നിങ്ങൾക്കറിയുമോ, വൺസ് എ മാൻ ഹാസ് ഫിഷ്ഡ്, ഒരിക്കലും ഒരാളിങ്ങനെ, ഒരു മനുഷ്യൻ ഫിഷ് ചെയ്തു, അല്ലേ, ഈ ഗ്രാമത്തിലെ ഒരു കർഷകരുടെ മക്കളെപ്പോലെ ഇവർ എന്തൊക്കെ ചെയ്തു? കുതിരകളുമായി മല്ലിടുകയും പാടങ്ങളിൽ പണിയെടുക്കുകയും ലൈം ട്രീസിൻ്റെ വെട്ടിയൊതുക്കുകയും ഒക്കെ ചെയ്തു, അല്ലേ. അതുപോലെ തന്നെ കർഷകരുടെ മക്കൾ ചെയ്യുന്ന പോലെ മീൻ പിടിക്കാനും ആ വക ജോലിക്കൊക്കെ അവർ പോയി. വൺസ് എ മാൻ ഹാസ് ഫിഷ്ഡ്, ഒരിക്കലൊരു മനുഷ്യൻ ഇങ്ങനെ ഫിഷ് ചെയ്താൽ. ഓർ വാച്ച് ദ ത്രഷസ്, അല്ലെങ്കിൽ അവർ നിരീക്ഷിക്കുകയാണ്. ദ ത്രഷസ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് ബേർഡ്. ഹോവറിങ് ഇൻ ഫ്ലോക്സ്, അതായത് ഹോവറിങ് ഇൻ ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് പറക്കുക. ഹോവറിങ് എന്ന് പറഞ്ഞാൽ വട്ടമിട്ട് പറക്കുക. ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ കൂട്ടമായി, പക്ഷികൾ കൂട്ടമായി പറക്കുന്നതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടും മീൻ പിടിച്ചുകൊണ്ടുമൊക്കെ കഴിഞ്ഞൊരു മനുഷ്യൻ. ഓവർ ദ വില്ലേജ് ഇൻ ദ ബ്രൈറ്റ്, അതായത് ഗ്രാമത്തിലെ ആ മനോഹാരിതയിൽ, അല്ലേ. കൂൾ ഓട്ടം ഡേയ്സ്, വളരെ ശാന്തമായ ഓട്ടം ഡേയ്സിൽ
ഇങ്ങനെ മീൻ പിടിച്ചും അതുപോലെ തന്നെ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് നിരീക്ഷിച്ചുമൊക്കെ കഴിഞ്ഞൊരു മനുഷ്യൻ. ഹി ക്യാൻ നെവർ ബി എ ടൗൺസ്മാൻ. അയാൾക്കൊരിക്കലും ഒരു ടൗൺ മാൻ ആവാൻ സാധിക്കില്ല. അവനെപ്പോഴും അവൻ്റെ ഗ്രാമീണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ടു ദ ഡേ ഓഫ് ഹിസ് ഡെത്ത് ഹി വിൽ ബി ഡ്രോൺ ടു ദ കൺട്രി. അവൻ്റെ മരണ ദിവസമാകുമ്പോഴേക്കും അവൻ്റെ കൺട്രിയിലേക്ക് തന്നെ അവൻ്റെ ആ ഗ്രാമത്തിലേക്ക് തന്നെ അവന് എങ്ങനെയെങ്കിലും എത്തിപ്പെടും. മൈ ബ്രദർ പൈൻറ്റ് അവേ ഇൻ ദ എക്സ്ക്യൂഷർ. അതുപോലെയായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ അവസ്ഥ. അവന് പൈൻറ്റ് അവേ എന്ന് പറഞ്ഞാൽ കാലക്രമേണ ആരോഗ്യം ക്ഷയിക്കുന്നതിനാണ്. അപ്പോൾ ഈ എക്സ്ക്യൂഷറിൽ അങ്ങനെ ജോലി ചെയ്ത് അവൻ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് ഒരവസ്ഥയായി തീർന്നു. ഇയേഴ്സ് പാസ്ഡ് ആൻഡ് ഹി സാറ്റ് ഇൻ ദ സെയിം പ്ലേസ്. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോഴും എൻ്റെ ബ്രദർ ഈ എക്സ്ക്യൂഷറിലെ ജോലി തന്നെ ചെയ്യണം. റോട്ട് ഔട്ട് ദ സെയിം ഡോക്യുമെൻറ്റ്സുകൾ തന്നെ എഴുതുന്നു. ആൻഡ് തോട്ട് ഓഫ് വൺ തിങ്. ഒരേ ജോലി ചെയ്ത് ഒരേ ഡോക്യുമെൻറ്റ്സുകൾ എഴുതി ഈ എക്സ്ക്യൂഷറിൽ എൻ്റെ ബ്രദർ കഴിഞ്ഞുകൂടാണ്. ആൻഡ് തോട്ട് ഓഫ് വൺ തിങ്. അയാൾ ഒരൊറ്റ കാര്യം മാത്രമേ എൻ്റെ ബ്രദറിന് ചിന്തയുള്ളൂ. ഹൗ ടു ഗെറ്റ് ബാക്ക് ടു ദ കൺട്രി. എങ്ങനെയെങ്കിലും ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. ആൻഡ് ടു ബൈ എ സ്മോൾ ഫാം സംവെയർ ബൈ ദ ബാങ്ക് ഓഫ് ദ റിവർ ഓർ എ ലേക്ക്. എന്നിട്ടോ ആൻഡ് ടു ബൈ എ സ്മോൾ ഫാം. എന്നിട്ടൊരു ചെറിയ കൃഷിയിടം വാങ്ങണം. സംവെയർ ഗ്രാമത്തിൽ എവിടെയെങ്കിലും. ബൈ ദ ബാങ്ക് ഓഫ് എ റിവർ ഓർ എ ലേക്ക്. ഒരു പുഴയുടെ തീരത്തോ ഒരു തടാകത്തിൻ്റെ തീരത്തോ ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഫാം ഹൗസ് വാങ്ങണം എന്നൊക്കെയായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ ആഗ്രഹം. ഹി വാസ് എ ഗുഡ് ഫെല്ലോ ആൻഡ് ഐ ലവ്ഡ് ഹിം. എന്നിട്ട് ഇവാൻ പറയാണ്, എൻ്റെ ബ്രദറായ നിക്കോള ഒരു ഗുഡ് ഫെല്ലോ, നല്ല വ്യക്തിയായിരുന്നു. ആൻഡ് ഐ ലവ്ഡ് ഹിം. എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. ബട്ട് ഐ നെവർ സിമ്പതൈസ്ഡ് വിത്ത് ദ ഡിസയർ ടു ഷട്ട് വൺ സെൽഫ് അപ്പ് on one's own farm. It's a common saying that a man needs only 6 feet of land, but surely a corpse wants that. Not a man. To leave town and the struggle and the swim of life and go and hide yourself in a farmhouse is not life. It is egoism, laziness. അപ്പോൾ എൻ്റെ ബ്രദർ നല്ലൊരു വ്യക്തിയായിരുന്നു, അവനെ എനിക്കിഷ്ടമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവാൻ പറയാണ്, ബട്ട് ഐ നെവർ സിമ്പതൈസ്ഡ് വിത്ത് ദ ഡിസയർ. പക്ഷെ ഒരിക്കലും അവൻ്റെ ഈ ആഗ്രഹത്തോടെ എനിക്കൊരു സിമ്പതിയും തോന്നിയില്ല. എന്തായാലും വിത്ത് ദ ഡിസയർ ടു ഷട്ട് വൺ സെൽഫ് അപ്പോൺ വൺസ് ഓൺ ഫാം. ഒരു വ്യക്തിയെ പൂട്ടിയിടുക. വൺ സെൽഫ്, സ്വയം. അപ്പോൺ വൺസ് ഓൺ ഫാം, സ്വന്തം കൃഷിയിടത്തിൽ ഇങ്ങനെ പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ ഈ ബ്രദറിൻ്റെ ആഗ്രഹം എന്താണ്? ഒരു കൺട്രി സൈഡിൽ ഒരു കൃഷിയിടം വാങ്ങി അവിടെ താമസിക്കണം എന്നാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു എന്ന് ഇവാൻ പറയാണ്. ഇറ്റ്സ് എ കോമൺ സെയിങ്. സാധാരണ ഒരു പറച്ചിലുണ്ട്, ദാറ്റ് എ മാൻ നീഡ്സ് ഓൺലി 6 feet ഓഫ് ലാൻഡ്. ഒരു മനുഷ്യന് വേണ്ടത് വെറും 6 feet ഓഫ് ലാൻഡ്, 6 അടി മണ്ണാണെന്ന് സാധാരണ പറയാറുണ്ട്. അതുകൊണ്ട് ബട്ട് ഷുവർലി എ കോപ്സ് വാണ്ട് ദാറ്റ്, നോട്ട് എ മാൻ. പക്ഷേ ഞാൻ പറയും, ഒരു മനുഷ്യനല്ല 6 അടി മണ്ണ് വേണ്ടത്, ഒരു ശവശരീരത്തിനാണ്. കോപ്സ് എന്ന് പറഞ്ഞാൽ ശവം. ഒരു ശവത്തിനാണ് 6 അടി മണ്ണ് വേണ്ടത്, ഒരു മനുഷ്യനല്ല. അപ്പോൾ ഈ ഒരു സ്വയം ഒരു കൺട്രി സൈഡിലേക്ക് മാറി ഉള്ളൊരു ലൈഫിനോട്, എൻ്റെ ബ്രദറിൻ്റെ ആ ഒരു ലൈഫിനോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല എന്ന് ഇവൻ പറയാണ്. ബട്ട് ഷുവർലി ടു ലീവ് ടൗൺ ആൻഡ് ദ സ്ട്രഗിൾ ആൻഡ് ദ സ്വിം ഓഫ് ലൈഫ്. ലീവ് ടൗണൊക്കെ ഉപേക്ഷിച്ച് ആൻഡ് ദ സ്ട്രഗിൾ ആൻഡ് സ്വിം ഓഫ് ലൈഫ്, ആ ജീവിതത്തിൻ്റെ താളവും ആ ടൗണിലെ ജീവിതവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, സ്വിം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ താളം. ആൻഡ് ഗോ ആൻഡ് ഹൈഡ് യുവർ സെൽഫ് ഇൻ എ ഫാം ഹൗസ്. എന്നിട്ട് സ്വയം ഒരു ഫാം ഹൗസും വാങ്ങി അവിടെ പോയി ഒളിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ലൈഫ്. അതൊരു ലൈഫല്ല, ഇറ്റ്സ് ഈഗോയിസം. അത് സ്വാർത്ഥതയാണ്, ലേസിനെസ്, മടിയാണ് എന്നൊക്കെ ബ്രദറിനെ കുറിച്ചും ആര് പറയാണ്? ഇവാൻ പറയാണ്. My brother Nicola, sitting in his office, would dream of eating out in the open air and of sleeping in the sun. അങ്ങനെ എൻ്റെ ബ്രദർ നിക്കോള സിറ്റിംഗ് ഇൻ ഹിസ് ഓഫീസ്, അവൻ്റെ ഓഫീസിലിരുന്നുകൊണ്ട്, വുഡ് ഡ്രീം ഓഫ് ഈറ്റിംഗ് ഔട്ട് ഇൻ ദ ഓപ്പൺ എയർ. ഓഫീസിലിരുന്നുകൊണ്ട് അവൻ കാണുന്ന സ്വപ്നം എന്താണ്? ഈറ്റിംഗ് ഔട്ട് ഇൻ ദ ഓപ്പൺ എയർ, ഒരു തുറന്ന ഓപ്പൺ എയറിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. ആൻഡ് ഓഫ് സ്ലീപ്പിംഗ് ഇൻ ദ സൺ, സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ സൂര്യൻ്റെ താഴെ കിടന്നുറങ്ങുന്നത്. ആൻഡ് ഓഫ് സിറ്റിംഗ് ഫോർ അവേഴ്സ് ടുഗദർ ഓൺ എ സീറ്റ് ബൈ ദ ഗേറ്റ് ആൻഡ് ഗേസിങ് അറ്റ് ദ ഫീൽഡ്സ് ആൻഡ് ദ ഫോറസ്റ്റ്. അതുപോലെ തന്നെ സിറ്റിംഗ് ഫോർ അവേഴ്സ് ടുഗദർ, ഒന്നിച്ച് മണിക്കൂറുകളോളം ഇരിക്കുന്നത്. ഓൺ എ സീറ്റ്, ഒരു സീറ്റിൽ.
ബൈ ദ ഗേറ്റ് അയാളുടെ വീടിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ഫാം ഹൗസിൻ്റെ ഗേറ്റിൽ. ആൻഡ് ഗേസിങ് അറ്റ് ദ ഫീൽഡ്, എന്നിട്ട് പാടങ്ങൾ നോക്കിയിരിക്കുക. ആൻഡ് ദ ഫോറസ്റ്റ്, കാടുകളുമൊക്കെ നോക്കി ആ ഭംഗി ആസ്വദിക്കണം. അതുപോലെ തന്നെ സൂര്യന് താഴെ കിടന്നുറങ്ങണം, തുറന്ന വായുവിലിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ബ്രദർ നിക്കോളയുടെ ആഗ്രഹം. ബുക്സ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ദ ഹിൻസ് ഇൻ അൽമനാക്സ് വെയർ ഹിസ് ജോയ്. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട, അഗ്രികൾച്ചർ എന്ന കൃഷി, കാർഷികവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും അതുപോലെ തന്നെ ഹിൻസ് ഇൻ അൽമനാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചാംഗ പുസ്തകം അല്ലെങ്കിൽ പഞ്ചതന്ത്ര കഥകൾ അല്ലേ, അതിലെ സൂചനകളും. വെയർ ഹിസ് ജോയ്, അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. ഹിസ് ഫേവറേറ്റ് സ്പിരിച്വൽ ഫുഡ്, എൻ്റെ ബ്രദറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതായിരുന്നു? ഫേവറേറ്റ് സ്പിരിച്വൽ ഫുഡായിരുന്നു ഇവ രണ്ടും. സ്പിരിച്വൽ ഫുഡ് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണമല്ല, അയാളുടെ ആത്മീയമായിട്ടുള്ള ഭക്ഷണം തന്നെയായിരുന്നു ഈ രണ്ട് പുസ്തകങ്ങളുമെന്ന് പറയാം. അത് അയാൾ കഴിക്കുന്ന പോലെ അത്രയും അദ്ദേഹം വായിച്ചിരുന്നു. അഗ്രികൾച്ചർ കൃഷിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും ഈ അൽമനാക്സും. ആൻഡ് ഹി ലൈക്ഡ് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ബട്ട് ഓൺലി ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ലാൻഡ് ടു ബി സോൾഡ്. പക്ഷേ ന്യൂസ് പേപ്പറിൽ അദ്ദേഹം വായിച്ചിരുന്ന എന്താണ്? ഓൺലി ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ലാൻഡ് ടു ബി സോൾഡ്, വിൽക്കാനുള്ള ഭൂമിയുടെ പരസ്യങ്ങൾ അല്ലേ, ഭൂമി വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ. വിത്ത് എ ഫാം ഹൗസ്, അതിലെന്തുണ്ടാവും? ഒരു ഫാം ഹൗസ്, റിവർ, അതുപോലെ തന്നെ പുഴകൾ, ഗാർഡൻ, പൂന്തോട്ടം, മിൽ ആൻഡ് എ മിൽ പോണ്ട്, ഒരു മില്ലും മിൽ പോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മില്ലിനകത്തുള്ള കുളം, അങ്ങനെയൊക്കെയുള്ള വിൽക്കാനുള്ള ഫാം ഹൗസിനെ പറ്റിയുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് മാത്രമാണ് അയാൾ വായിക്കാറുണ്ടായിരുന്നത്. ആൻഡ് ഹീ വുഡ് ഡ്രീം ഓഫ് ഗാർഡൻ വാൾസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, നെസ്റ്റ്, carp in the pond, don't you know, and all the rest of it. These fantasies of his used to vary according to the advertisement he found. ആൻഡ് ഹീ വുഡ് ഡ്രീം, അതുപോലെ തന്നെ അദ്ദേഹം സ്വപ്നം കാണുമായിരുന്നു. ഓഫ് ഗാർഡൻ വാൾസ് അല്ലേ, അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിന് വാൾസ്, ഭിത്തികൾ, ഫ്ലവേഴ്സ്, ആ ഗാർഡനിൽ നിറയെ പൂക്കൾ, ഫ്രൂട്ട്സ്, നിറയെ പഴങ്ങൾ, നെസ്റ്റ്, പക്ഷിക്കൂടുകൾ, കാർപ്പ് ഇൻ ദ പോണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഫാം ഹൗസിലെ കുളത്തിൽ കാർപ്പ്, കരിമീനുകൾ. ഡോണ്ട് യു നോ, നിങ്ങൾക്കറിയുമോ? അതുകൂടാതെ ആൻഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ഇറ്റ്, എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അദ്ദേഹം സ്വപ്നം കാണുമായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ഫാം ഹൗസ് വാങ്ങി അതിലിപ്പോൾ പൂക്കളും പൂന്തോട്ടവും അതുപോലെ തന്നെ കരിമീനുകളുള്ള കുളങ്ങളും ഇതെല്ലാം അയാൾ സ്വപ്നം കണ്ടു. പിന്നെയോ, ദീസ് ഫാൻറ്റസീസ് ഓഫ് ഹിസ് യൂസ്ഡ് ടു വേരി അക്കോർഡിംഗ് ടു ദ അഡ്വർടൈസ്മെൻറ്റ് ഹീ ഫൗണ്ട്. അപ്പോൾ പത്രങ്ങളിൽ അദ്ദേഹം ആകെ വായിക്കാറുള്ളത് എന്താണ്? വിൽക്കാനുള്ള ഫീൽഡിൻ്റെ പരസ്യങ്ങളാണ്. അപ്പോൾ ദീസ് ഫാൻറ്റസീസ്, അയാളുടെ ഈ ഫാൻറ്റസീസ്, എൻ്റെ ബ്രദറിൻ്റെ ഈ സ്വപ്നങ്ങൾ അല്ലേ, ഈ സ്വപ്നം കാണൽ ഈസ് യൂസ്ഡ് ടു വേരി, അത് മാറിക്കൊണ്ടിരിക്കും. അക്കോർഡിംഗ് ടു ദ അഡ്വർടൈസ്മെൻറ്റ് ഹീ ഫൗണ്ട്, പത്രങ്ങളിൽ അദ്ദേഹം കാണുന്ന പരസ്യങ്ങൾക്കനുസരിച്ച് അയാളുടെ സ്വപ്നവും ആഗ്രഹവും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ബട്ട് സംഹൗ ദെയർ വാസ് ഓൾവേസ് എ ഗൂസ്ബെറി ബുഷ്. പക്ഷേ എല്ലായ്പ്പോഴും എല്ലാ പരസ്യത്തിലും അദ്ദേഹം എന്ത് സെർച്ച് ചെയ്യും? ഒരു ഗൂസ്ബെറി ബുഷ് ഉണ്ടോ എന്ന്, അതായത് നെല്ലിക്കച്ചെടി ഉണ്ടോ അല്ലെങ്കിൽ നെല്ലിമരം ഉണ്ടോ എന്ന് അദ്ദേഹം നോക്കും. ഇൻ എവ്രി വൺ, അതായത് എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഗൂസ്ബെറി വേണമായിരുന്നു. അയാളുടെ ഓരോ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായി കൊണ്ടിരിക്കുമെങ്കിലും എല്ലാത്തിലും ഗൂസ്ബെറി ബുഷ് വേണമെന്ന് എൻ്റെ ബ്രദറിന് നിർബന്ധമായിരുന്നു. നോട്ട് എ ഹൗസ്, നോട്ട് എ റൊമാൻറ്റിക് സ്പോട്ട് കുഡ് ഹി ഇമാജിൻ വിത്തൗട്ട് ഇറ്റ്സ് ഗൂസ്ബെറി ബുഷ്. ഒരു വീട് അല്ലെങ്കിൽ നോട്ട് എ റൊമാൻറ്റിക് സ്പോട്ട്, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരിടം അദ്ദേഹത്തിന് സങ്കല്പിക്കാനാവുമായിരുന്നില്ല വിത്തൗട്ട് ഇറ്റ്സ് ഗൂസ്ബെറി ബുഷ്. അവിടെ ഒരു ഗൂസ്ബെറി, ഒരു നെല്ലിച്ചെടി അല്ലെങ്കിൽ നെല്ലിമരം ഇല്ലാതെ അദ്ദേഹത്തിന് അത് സങ്കല്പിക്കാൻ പോലും ആവുമായിരുന്നില്ല. കൺട്രി ലൈഫ് ഹാസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, ഹി യൂസ്ഡ് ടു സേ. You sit on the veranda drinking tea and your ducklings swim on the pond and everything smells good and there are gooseberries. എന്നിട്ട് എൻ്റെ ബ്രദർ പറയുമായിരുന്നു, കൺട്രി ലൈഫ് ഹാസ് ഇറ്റ്സ് അഡ്വാൻറ്റേജ്, ഗ്രാമീണ ജീവിതത്തിന് അതിൻ്റെതായൊരു നേട്ടമുണ്ട്. ഹി യൂസ്ഡ് ടു സേ, എൻ്റെ ബ്രദർ പറയുമായിരുന്നു, യു സിറ്റ് ഓൺ ദ വെരാന്ത ഡ്രിങ്കിങ് ടീ,
നിങ്ങൾ ആ വരാന്തയിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള വീട്ടിൽ നിങ്ങളുടെ വരാന്തയിൽ ഇരുന്നുകൊണ്ട് ചായ കുടിക്കുമ്പോൾ ആൻഡ് യുവർ ഡക്ലിങ്സ് സ്വിം ഓൺ ദ പോണ്ട്, അതേസമയം നിങ്ങളുടെ കുളത്തിലൂടെ നിങ്ങളുടെ ഡക്ലിങ്സ് താറാവിൻ കുഞ്ഞുങ്ങൾ അങ്ങനെ നീന്തുന്നത് കാണാം. ആൻഡ് എവ്രിതിങ് സ്മെൽസ് ഗുഡ്, ഇങ്ങനെയുള്ള മനോഹര കാഴ്ചകളെല്ലാം കണ്ട് എവ്രിതിങ് സ്മെൽസ് ഗുഡ്, ആ ഗ്രാമീണ കാഴ്ചകളെല്ലാം തന്നെ മനോഹരമായിരിക്കും. ആൻഡ് ദെയർ ആർ ഗൂസ്ബെറീസ്, ഇനി അവിടെ ഗൂസ്ബെറീസും കൂടെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ എന്തുണ്ടാവും, ഗൂസ്ബെറീസും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ എൻ്റെ ബ്രദറും പറയുമായിരുന്നു. ഹി യൂസ്ഡ് ടു ലിവ് മീഗർലി ആൻഡ് നെവർ ഹാഡ് ഇനഫ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. അങ്ങനെ അദ്ദേഹം ആ ഒരു സ്വപ്നം നേടാൻ വേണ്ടി ഒരു വലിയ ഫാം ഹൗസ് വാങ്ങിയിട്ട് കൺട്രി ലൈഫിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തൻ്റെ ബ്രദറായ നിക്കോൾ എന്ത് ചെയ്തു, ഹി യൂസ്ഡ് ടു ലിവ് മീഗർലി വളരെ കഷ്ടിച്ച് ജീവിച്ചു. ആൻഡ് നെവർ ഹാഡ് ഇനഫ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, മര്യാദയ്ക്ക് ഭക്ഷണം കുടിക്കുകയോ ചെയ്തില്ല. ഡ്രസ്ഡ് ഗോഡ് നോസ് ഹൗ എക്സാക്ട്ലി ലൈക്ക് എ ബെഗർ, എന്നിട്ട് ഇവൻ പറയാണ്, ദൈവത്തിനറിയാം എങ്ങനെയാണ് എൻ്റെ ബ്രദർ ഡ്രസ്സ് ധരിച്ചതെന്ന്. എക്സാക്ട്ലി ലൈക്ക് എ ബെഗർ, ഒരു യാചകനെ പോലെ. ആൻഡ് ഓൾവേസ് സേവ്ഡ് ആൻഡ് പുട്ട് ഹിസ് മണി ഇൻ ടു ദ ബാങ്ക്, അതൊന്നും പണമില്ലായിട്ടല്ല, അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലായ്പ്പോഴും തനിക്ക് കിട്ടുന്ന പണം മുഴുവൻ സേവ്ഡ് ആൻഡ് പുട്ട് ഹിസ് മണി ഇൻ ടു ദ ബാങ്ക്, മുഴുവൻ അത് ബാങ്കിൽ നിക്ഷേപിച്ചു. ഹി വാസ് ടെറിബിളി സ്റ്റിഞ്ചി, അങ്ങേയറ്റത്തെ പിശുക്കൻ, വലിയ പിശുക്കനായിരുന്നു അദ്ദേഹം. ഇറ്റ് യൂസ്ഡ് ടു ഹേർട്ട് മീ ടു സീ ഹിം, എൻ്റെ ബ്രദറിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് എനിക്ക് വിഷമം തോന്നി. ആൻഡ് ഐ യൂസ്ഡ് ടു ഗിവ് ഹിം മണി ടു ഗോ അവേ ഫോർ എ ഹോളിഡേ, അങ്ങനെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, യൂസ്ഡ് ടു ഗിവ് ഹിം മണി ടു ഗോ അവേ ഫോർ എ ഹോളിഡേ, ഒരു ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് കുറച്ച് പണം നൽകി. ബട്ട് ഹീ വുഡ് പുട്ട് ദാറ്റ് അവേ ടു, പക്ഷേ എൻ്റെ ബ്രദർ എന്താ ചെയ്ത്, അതും ബാങ്കിൽ നിക്ഷേപിച്ചു. വൺസ് എ മാൻ ഗെറ്റ്സ് എ ഫിക്സഡ് ഐഡിയ, ഒരിക്കൽ ഒരു മനുഷ്യൻ ഉറച്ച തീരുമാനം എടുത്താൽ ദർ ഇസ് നത്തിങ് ടു ബി ഡൺ, പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നും മനസ്സിലായി. ഇയേഴ്സ് പാസ്റ്റ്, he completed his 40th year and was still reading advertisement in the papers and saving up his money. Then I heard he was married, still with the same idea of buying a farmhouse with a gooseberry bush. He married an elderly, ugly widow, not out of any feeling. Years passed, അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഹി കംപ്ലീറ്റഡ് ഹിസ് 40th ഇയർ, അങ്ങനെ 40 വയസ്സ് അദ്ദേഹം പൂർത്തിയാക്കി. എൻ്റെ ബ്രദർ നിക്കോളക്ക് ഇപ്പം 40 വയസ്സായി. ആൻഡ് വാസ് സ്റ്റിൽ റീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പണി എന്താണ്, ന്യൂസ് പേപ്പറിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ് പരസ്യങ്ങളെല്ലാം വായിക്കുക. ആൻഡ് സേവിങ് അപ്പ് ഹിസ് മണി, കിട്ടുന്ന പണമെല്ലാം ബാങ്കിൽ നിക്ഷേപിക്കുക. ദെൻ ഐ ഹേർഡ് ഹീ വാസ് മാരീഡ്, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു അദ്ദേഹം കല്യാണം കഴിച്ചു എന്ന്. സ്റ്റിൽ വിത്ത് ദ സെയിം ഐഡിയ ഓഫ് ബൈയിങ് എ ഫാം ഹൗസ്, അപ്പോഴും എൻ്റെ ബ്രദറിൻ്റെ മനസ്സിലെ ആഗ്രഹം തന്നെയായിരുന്നു, ഒരു ഫാം ഹൗസ് വാങ്ങുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു. വിത്ത് എ ഗൂസ്ബെറി ബുഷ്, അതിൽ നിറയെ ഗൂസ്ബെറി ബുഷൊക്കെ ഉള്ള ഫാം ഹൗസ് വാങ്ങുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് അയാൾ വിവാഹം കഴിച്ചതും. കാരണം എന്താണ്, ഹീ മാരീഡ് ആൻ എൽഡർലി അഗ്ലി വിഡോ, അദ്ദേഹം വിവാഹം കഴിച്ചതൊരു വളരെ അദ്ദേഹത്തെക്കാളും പ്രായമായ എൽഡർലി, വളരെ പ്രായമായിട്ടുള്ള അഗ്ലി വിഡോ, കാണാനൊരു ഭംഗിയുമില്ലാത്ത ഒരു വിധവയെയാണ് എൻ്റെ ബ്രദർ കല്യാണം കഴിച്ചത്. നോട്ട് ഔട്ട് ഓഫ് എനി ഫീലിംഗ്, അത് ഇതിനോടുള്ള ഏതൊരു ഇഷ്ടം കൊണ്ടോ, നോട്ട് ഔട്ട് ഓഫ് എനി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ യാതൊരു ഫീലിംഗ് കൊണ്ടോ അല്ല, അതായത് ആ വിധവയോടുള്ള ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല ഇയാൾ വിവാഹം കഴിച്ചത്. നോട്ട് ഔട്ട് ഓഫ് എനി ഫീലിംഗ് ഫോർ ഹെർ ബട്ട് ബിക്കോസ് ഷീ ഹാഡ് മണി, അയാൾ ഈ വിധവയെ കല്യാണം കഴിക്കാൻ കാരണം എന്താണ്, അവളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഭംഗി കണ്ടിട്ടോ ഒന്നും ആയിരുന്നില്ല, പകരം എന്തായിരുന്നു, ഈ ലേഡിക്ക് പണം ഉണ്ടായിരുന്നു. വിത്ത് ഹെർ ഹീ സ്റ്റിൽ ലീവ്ഡ് സ്റ്റിഞ്ച്ലി, ആ ലേഡിയോടൊപ്പം അയാൾ ജീവിച്ചത് എങ്ങനെ തന്നെയാണ്, പിശുക്കനായിക്കൊണ്ട് തന്നെ. കെപ്റ്റ് ഹെർ ഹാഫ് സ്റ്റാവ്ഡ്, അവളെയും പകുതി ഹാഫ് സ്റ്റാവ്ഡ് എന്ന് പറഞ്ഞാൽ പകുതി പട്ടിണി കിടത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്ഷണം കൊടുക്കാതെ ഒക്കെയാണ്, പിശുക്കി തന്നെയാണ് ആ ലേഡിയുടെ കൂടെ ഇയാൾ ജീവിച്ചത്. ആൻഡ് പുട്ട് ദ മണി ഇൻ ടു ദ ബാങ്ക് ഇൻ ഹിസ് ഓൺ നെയിം, ആ ലേഡിക്ക് ഒരുപാട് പണം ഉണ്ടായിരുന്നു, ആ പണമൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ സ്വന്തം പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. മണി ലൈക്ക് വോഡ്ക ക്യാൻ പ്ലേ ഹ്യുവർ ട്രിക്സ് വിത്ത് മെൻ, എന്നിട്ട് ഇവാൻ പറയാണ്, പണം എന്ന് പറയുന്നത് ലൈക്ക് വോഡ്ക,
അതൊരു റഷ്യൻ മദ്യം പോലെയാണ് എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചാൽ മനുഷ്യൻ മയങ്ങുന്ന പോലെയാണ് പണം കണ്ടാൽ മനുഷ്യൻ്റെ സ്വഭാവം. ക്യാൻ പ്ലേ ക്യൂർ ട്രിക്സ് വിത്ത് മെൻ, അത് മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും എന്ന് ഇവാൻ പറയുകയാണ്. അപ്പോൾ ഈ പണത്തിന് വേണ്ടിയിട്ട് അയാൾ തനിക്ക് ഇഷ്ടമോ സ്നേഹമോ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും തന്നേക്കാൾ പ്രായം കൂടിയ ഒരു ലേഡിയെ വിവാഹം കഴിക്കണം. അപ്പോൾ ഇവാൻ പറയാണ്, ഇത് പണം എന്ന് പറയുന്നത് മനുഷ്യനൊരു മദ്യം പോലെയാണ്, വോഡ്ക പോലെയാണ്, അത് മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും. ഡിയർ സ്റ്റുഡൻസ്, ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും 11:20 വരെ ക്ലാസ് കേൾക്കുക. ബാക്കി 10 മിനിറ്റ്സ് ഗ്രൂപ്പിലേക്ക് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ മറ്റൊരു ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ബൈ.